ഹലോ ഗെയ്സ്, താങ്ക് യു. അപ്പോൾ പ്രധാനപ്പെട്ട് പറഞ്ഞെങ്കിൽ നമ്മൾ ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് മുന്നിൽ നമ്മൾ കൊണ്ടുവരും. അപ്പം പ്രധാനപ്പെട്ട് നമ്മൾ പറയണമെങ്കിൽ നമ്മൾ ഷോപ്പ് 2-3 പേരൊക്കെ നടത്തി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രിയോ ടെക്നിക് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ പോയി സർട്ടിഫിക്കറ്റ് നമ്മൾ നാളെ പിന്നെ ഗൾഫിലേക്ക് പോകേണ്ട എന്തെങ്കിലും ആവശ്യം വന്നാൽ ഒരു സർട്ടിഫിക്കറ്റ് വേണമല്ലോ. കേരള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റാണ് ബ്രിയോ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫിക്കറ്റ് കാണിച്ചു തരേണ്ടത്. അപ്പം ഇപ്പം ഇനി ഓരോ ക്ലാസ്സും നമ്മൾ പ്രാക്ടിക്കലായിട്ട് തിയറി ആയിട്ടും ചെക്ക് ചെയ്തിട്ട് ചുമ്മാ പറഞ്ഞതൊന്നുമല്ല ക്ലാസ്. അത് പ്രാക്ടിക്കലായിട്ട് തിയറി ആയിട്ടും അതിൻ്റെ വോൾട്ടും ആംബിയറും അത് ഹീറ്റ് ആവുന്നുണ്ടോ പിന്നീട് മണിക്കൂറോളം വെച്ചിട്ട് അത് കംപ്ലൈൻറ്റ് വരുന്നുണ്ടൊക്കെ നോക്കിയിട്ട് പക്ക രീതിയിലാണ് ക്ലാസ് ഞാൻ ചെയ്യുന്നത്. അത് ഞാൻ പൊതുവേ നമ്മൾ കയ്യിൽ നിന്ന് ഷോർട്ടായിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ഞാൻ ഇവിടെ ക്ലാസ് എടുക്കുന്നത്. കാരണം പറഞ്ഞാൽ ഇപ്പം പൊതുവേ കുറേ കൂടുതൽ നിങ്ങൾ റിസ്ക് എടുത്ത് നിങ്ങൾക്ക് മൾട്ടിമീറ്ററും മീറ്ററൊക്കെ വെച്ച് ചെക്ക് ചെയ്യാൻ കാട്ടി ഇപ്പോൾ ഫാൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞ് നമ്മൾ കപ്പാസിറ്റർ ചെക്ക് ചെയ്യൽ മൾട്ടിമീറ്ററും അല്ലാതെ പെട്ടെന്ന് സിമ്പിൾ ഒരു ഫ്ലഗിൽ കുത്തിയിട്ട് ഫ്ലഗിൽ കുത്തി പെട്ടെന്ന് എടുത്തിട്ട് ഷോർട്ട് ചെയ്താൽ സ്പൊട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ ആ ഫാനിന് വെച്ച് കഴിഞ്ഞാൽ പക്ക കപ്പാസിറ്റർ പവർ ഉണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് ഇല്ലെങ്കിൽ അതിൻ്റെ സ്പാർക്ക് അടിക്കും പൊട്ടുമ്പോൾ. മറ്റത് പതുക്കെ സ്പാർക്ക് ചെയ്യുള്ളൂ. അതൊരു പുതിയ അങ്ങനത്തെ ഓരോ ടെക്നിക് ക്ലാസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അത് ഷോർട്ടായിട്ട് ക്ലാസ്സാണ്, പക്ഷേ അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. അതൊരു മെക്കാനിക്കൽ ചെയ്യിപ്പിച്ചാലും മതി നിങ്ങൾ അങ്ങനെ വന്ന് വയർ കുത്തിയെടുക്കുക. അപ്പോൾ അതേമാതിരി ഓരോ ക്ലാസ്സും ഇപ്പം നമ്മൾ ട്രാൻസ്ഫോമർ ഇപ്പം ഞാൻ തന്ന ക്ലാസ് അത് നമ്മൾ എലിമിനേറ്റർ UPSനൊക്കെ ട്രാൻസ്ഫോമർ പൊതുവെ ഒഴിവാക്കലാണ്. നമ്മൾ ആരെയും ആക്രിപടിയെ കൊടുക്കത്തില്ല. അപ്പം നേരെ പക്ഷേ അങ്ങനെ ട്രാൻസ്ഫോമർ നമ്മൾ 10 ആംബിയർ ട്രാൻസ്ഫോമറാണായി 8-9 ആംബിയർ ട്രാൻസ്ഫോമറാണായി. ആ ട്രാൻസ്ഫോമർ നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങാൻ നമുക്ക് എത്ര രൂപ ഉണ്ടാവും? നല്ല പൈസ വരും. 3 ആംബിയറിന് എത്രയോ 300-400 റുപ്യൻ്റെ മുകളിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ട്രാൻസ്ഫോമർ നമ്മുടെ സെറ്റിൽ വരും, വലിയ സെറ്റിൽ 12 വോൾട്ടിൽ. അപ്പോൾ ആംബിയർ കൂടുമ്പോൾ സെറ്റ് ഹമ്മിങ് ഉണ്ടാവില്ല. എത്ര കൂടുതൽ നല്ല ബാസ് തള്ളിച്ച് വരും, അടി വരും, നല്ല സെറ്റ് ഉണ്ടാവുക. അപ്പം ആ ട്രാൻസ്ഫോമർ അധികവും ആളുകൾ ഒഴിവാക്കലാണ്. മെക്കാനിക്കാർക്ക് അതിനെപ്പറ്റി അറിയുമെന്ന് എനിക്കറിയില്ല, അങ്ങനെ ഇതുവരെ കേട്ടിട്ടില്ലേക്ക്. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യുക ഓപ്പോസിറ്റ് അത് ഇൻവേർട്ടറിൻ്റെ ബോർഡ് കൊടുക്കുന്നിടത്തും നമ്മൾ വോൾട്ട് എടുക്കാനും ഈ ഇൻവേർട്ടറായിട്ട് 250 വോൾട്ട് പ്രവർത്തിക്കുന്നിടത്ത് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റായിട്ട് എന്ത് ചെയ്യും നമുക്ക് എലിമിനേറ്ററായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പം ഇതൊക്കെ പ്രാക്ടിക്കലോട് ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിങ്ങനെ മുന്നിൽ കാണിച്ചു തരുന്നുണ്ട്, ചുമ്മാ അല്ല മൾട്ടിമീറ്ററൊക്കെ വെച്ചിട്ട് എല്ലാ വോൾട്ടും കാര്യമൊക്കെ വെച്ച് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, ഈ വിശദമായ ക്ലാസ് ഉണ്ടായിരിക്കും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ നമുക്ക് പ്രസ് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ ടെക്നിക്കിൽ വരാൻ പറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലാസ്സിൻ്റെ ഇത് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലാസ്സിൻ്റെ ബ്രിയോ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ചുമ്മാ ഒരു ക്ലാസ് അല്ല, നമ്മൾ പ്രാക്ടിക്കൽ ഷോപ്പൊക്കെ ഇട്ട് എല്ലാം കഴിഞ്ഞ് അതിൻ്റെ മുന്നിൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് നമ്മൾ A+ മാർക്ക് നമ്മൾ വാങ്ങി ക്ലാസ്സാണ്. അപ്പോൾ നമ്മൾ ഓക്കെ സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങി നടത്തണം. അപ്പോൾ നമ്മളെ ഈ സൈറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യുക, യൂട്യൂബർ അൻസാർ PV യൂട്യൂബർ. ഓക്കെ, അപ്പോൾ അൻസാർ PV വെച്ചിട്ട് സെർച്ച് ചെയ്യും യൂട്യൂബിൽ. അപ്പോൾ ഇതിൻ്റെ ഓരോ വിശദമായ ക്ലാസ്സും നിങ്ങളുടെ മുന്നിലെത്തും. ഓക്കെ, വളരെ ഷോർട്ടായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ളൊരു ക്ലാസ് ആയിരിക്കും. ഓക്കെ, അതിനെക്കൊണ്ട് ഓക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക. താങ്ക് യു.